ഹായ് ഹലോ നമസ്കാരം, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഒരു മീൻകറിയാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇന്ന് മോർണിംഗിൽ തന്നെ കുറച്ച് ചെങ്കലവ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതുകൊണ്ടൊരു മീൻകറിയാണ്. അപ്പോൾ നമ്മൾ ഇതുകൊണ്ട് വയ്ക്കുന്ന മീൻകറി എന്ന് വെച്ച് കഴിഞ്ഞാൽ പുളിയും മുളകും എന്നാണ് പറയുന്നത് കേട്ടോ. അതായത് കുരുമുളകും പുളിയും അധികം ചേർത്ത് പിന്നെ മുളക് പൊടി, അതായത് മല്ലിപ്പൊടി കുറച്ച് ചേർക്കത്തുള്ളൂ. അപ്പോൾ അങ്ങനെ ആ ഒരു ടൈപ്പിലുള്ള ഒരു മീൻകറിയാണ് ചെയ്യുന്നത്. അപ്പം ഇത് ഓൾറെഡി കട്ട് ചെയ്ത് തന്നെ വാങ്ങിക്കൊണ്ട് വന്നതാണ്. പിന്നെ ഇതിനെ ഞാൻ നല്ലതായിട്ട് കഴുകി ഓൾറെഡി എടുത്ത് വെച്ചിരിക്കുകയാണ്. അതിനെ ഞാൻ ചെറുതായിട്ട് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇതിനകത്തേക്ക് അരപ്പ് തയ്യാറാക്കാം. അതിനായിട്ട് ഞാൻ അര തേങ്ങയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിൽ 1/4 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 2.5 ടേബിൾ സ്പൂൺ മുളക് പൊടി, പിന്നെ 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി, പിന്നെ ഒരു 3 ചെറിയ ഉള്ളി, ഒരു 4 ഇതള് കറിവേപ്പില. അപ്പോൾ ഇത്രയാണ് നമ്മൾ ഇതിനകത്തേക്ക് ചേർക്കുന്നത്. പിന്നെ നമ്മൾ പുളി കൂടി ചേർക്കുന്നുണ്ട്. പുളി കുറച്ച് കൂടുതലായിട്ട് തന്നെ ചേർത്തിട്ടാണ് ഈ കറി ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ ഇത് അരച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കൊരു ചട്ടി എടുത്ത് അതിനകത്തേക്ക് അരപ്പ് ആവശ്യത്തിനുള്ള വെള്ളവും ചേർത്ത് അടുപ്പിലേക്ക് നമുക്കിത് വെച്ച് കൊടുക്കാം. ഇനി ഇതൊന്ന് തിള വന്നു കഴിഞ്ഞതിന് ശേഷം നമ്മൾ ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്ന മീൻ ഈ അരപ്പിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ്. ഇനി ഇത് ഞാൻ അടച്ചു വെച്ച് ഫസ്റ്റ് നല്ലൊരു തിള വന്നതിന് ശേഷം ലോ ഫ്ലെയിമിൽ തന്നെ ഒരു അരമണിക്കൂർ വെച്ചിട്ടാണ് വേവിക്കുന്നത്. അപ്പം നമ്മുടെ മീൻകറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്ന വീഡിയോ. വീണ്ടും നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ബൈ.